കൂലിവേലക്കാരുടെ നാണയത്തുട്ടുകൾ സമാഹരിച്ച് രൂപം കൊണ്ട ഐക്യനാണയ സംഘത്തിന്റെ വിജയഗാഥയ്ക്ക് 100 വയസ്സ് തികയുകയാണ്. അന്ധവിശ്വാസവും അയിത്തവും കൊടികുത്തിവാണ നാളുകളിൽ അടിച്ചമർത്തപ്പെടുന്നവന്റെ ആത്മാഭിമാനമുയർത്തിയ നവോത്ഥാന നായകൻ വാഗ്ഭടാനന്ദന്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട തൊഴിലാളികളുടെ സഹകരണ സ്ഥാപനം ഇന്ന് ആ വിജയഗാഥ ദേശാതിർത്തികൾ മറികടന്ന് ലോക മാതൃകയായി മാറി. ഊരാളുങ്കൽ ലേബൽ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വളർച്ചയുടെ ചരിത്രം ആരെയും വിസ്മയിപ്പിക്കുന്നതാണ്. അയിത്തത്തിനും അന്ധവിശ്വാസത്തിനും അനാചാരങ്ങൾക്കുമെതിരെ വാഗ്ഭടാനന്ദ ഗുരുദേവൻ മാഹിയിൽ പ്രഭാഷണം നടത്തി. സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ ഈ പ്രസംഗം കേൾക്കുകയും വാഗ്ഭടാനന്ദനെ ഊരാളുങ്കലിലേക്ക് കൊണ്ടുവരികയുമായിരുന്നു. കാരക്കാട് എന്നാണ് ഈ പ്രദേശം അന്നറിയപ്പെട്ടിരുന്നത്. പിന്നീട് വാഗ്ഭടാനന്ദന്റെ നേതൃത്വത്തിൽ നവോത്ഥാന മുന്നേറ്റങ്ങൾ ഏകോപിപ്പിക്കുന്നതിന്റെ ഭാഗമായി 1917 കേരള ആത്മവിദ്യാ സംഘവും രൂപീകരിച്ചു. ആത്മവിദ്യാ സംഘത്തിൽ പ്രവർത്തിച്ചിരുന്നവർക്ക് ഭൂപ്രഭുക്കന്മാർ ജോലി നിഷേധിച്ചു. ജോലിയില്ലാത്ത അവസ്ഥ വന്നപ്പോൾ മദ്രാസ് 1912 ആക്ട് പ്രകാരം 1925 ഊരാളുങ്കലിൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘം പിറവിയെടുത്തു. സംഘത്തിലുള്ളവരുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസവും ഇക്കാലത്ത് നിഷേധിച്ചിരുന്നു. ആത്മവിദ്യാ സംഘം LP സ്കൂൾ ആരംഭിച്ചുകൊണ്ട് വിദ്യാഭ്യാസത്തിനുള്ള വാതിൽ തുറന്നിട്ടു. അംഗങ്ങൾക്കെല്ലാം ഭക്ഷണം നൽകുന്നതിന് ഐക്യനാണയ സംഘം രൂപീകരിച്ചിരുന്നു. ഇതിന്റെ എല്ലാം നിയന്ത്രണം 14 പേരടങ്ങുന്ന പ്രൊമോട്ടിംഗ് കമ്മിറ്റിക്കായിരുന്നു. ചാപ്പയിൽ കുഞ്ഞേക്കു ഗുരുക്കളായിരുന്നു ആദ്യകാല പ്രസിഡന്റ്. ഇന്ന് ശതാബ്ദി നിറവിൽ എത്തി നിൽക്കുന്ന ഊരാളുങ്കൽ ലേബൽ കോൺട്രാക്ട് സഹകരണ സൊസൈറ്റിയിൽ 18,000 തൊഴിലാളികൾ, 1,500 എഞ്ചിനീയർമാരും അത്ര തന്നെ ജീവനക്കാരുമുണ്ട്. കോഴിക്കോട് സ്ഥാപിച്ച സഹകരണ മേഖലയിലെ ആദ്യ സൈബർ പാർക്ക് മുതൽ കൊല്ലം ചവറയിലെ IIITC അടക്കം വിസ്മയിപ്പിക്കുന്നതാണ് ULCCയുടെ നേട്ടങ്ങൾ. ചെല്ലാനത്ത് ടെട്രാപോഡ് ഉപയോഗിച്ചുള്ള ഭിത്തി കെട്ടി തീരദേശവാസികൾക്ക് ജീവിത സുരക്ഷ ഉറപ്പു നൽകിയ നിർമ്മാണ നേതൃത്വം ഊരാളുങ്കലിനായിരുന്നു. പാലാരിവട്ടത്തെ പഞ്ചവടിപ്പാലം പൊളിഞ്ഞു വീണപ്പോൾ പുതിയ പാലം പണിത് നാടിന്റെ രക്ഷകരായതും ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സഹകരണ സംഘമാണ്. 70,000 കിലോമീറ്റർ റോഡ്, 370 പാലം, 3000 കെട്ടിടം, 1987 മറ്റ് നിർമ്മാണം എന്നിങ്ങനെ കേരളത്തിൽ അങ്ങോളമിങ്ങോളം ഊരാളുങ്കലിലെ പ്രതിഭ നമുക്ക് കാണാം. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള അംഗീകാരങ്ങൾ ഊരാളുങ്കലിനെ തേടിയെത്തി. ടെൻഡർ കാലാവധിക്ക് മുന്നേ പണി പൂർത്തീകരിച്ച് ടെൻഡറിലും കുറഞ്ഞ തുകയിൽ പണി തീർത്ത് പണം തിരിച്ചു കൊടുത്ത് ഊരാളുങ്കൽ പുതിയ മാതൃക സൃഷ്ടിച്ചു. വളർച്ചയോടൊപ്പം കോർപ്പറേറ്റുകളും അവരുടെ ശിങ്കിടികളായ മാധ്യമങ്ങളും കോൺഗ്രസ് BJP നേതാക്കളും ഊരാളുങ്കലിനെ തകർക്കാൻ കള്ളക്കഥകൾ മെനഞ്ഞു. കോർപ്പറേറ്റ് പൂജ ചെയ്യുന്ന സഹകരണ സംഘങ്ങളെ വെച്ചുപൊറിപ്പിക്കാത്ത കേന്ദ്ര സർക്കാർ EDയെ കാട്ടി വിരട്ടാൻ ശ്രമിച്ചു. എന്നാൽ കലാസാംസ്കാരിക മേഖലയിൽ ഉൾപ്പെടെ പുതിയ ചുവടുവയ്പ്പുകൾ നടത്തി ഊരാളുങ്കൽ പുതിയ ചരിത്രം കുറിക്കുകയാണ് ഉണ്ടായത്. നേട്ടങ്ങളുടെ പാതയിൽ മുന്നേറുകയാണ്. മനുഷ്യാധ്വാനത്തിന്റെ, സ്നേഹത്തിന്റെ, ഒരുമയുടെ, ആത്മവിശ്വാസത്തിന്റെ, ജനകീയ പ്രതിബദ്ധതയുടെ പുത്തൻ ഗാഥ രചിക്കുകയാണ്.